നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. LICയുടെ സ്മാർട്ട് പെൻഷൻ പദ്ധതി ഫെബ്രുവരി 18-ാം തീയതി 2025 ഫെബ്രുവരി 18-ാം തീയതി നിലവിൽ വന്ന സമയത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു. ധാരാളം നല്ല പ്രതികരണമാണ് LICയെ സ്നേഹിക്കുന്നവരിൽ നിന്നും അതുപോലെ തന്നെ സമ്പാദ്യശീലം ഒരു ജീവിതത്തിലൊരു ആദർശമായി സൂക്ഷിക്കുന്നവരുമൊക്കെ നല്ല രീതിയിലാണ് അതിനോട് പ്രതികരിക്കുന്നത്. LIC സ്മാർട്ട് പെൻഷൻ പദ്ധതിയിൽ നിക്ഷേപിക്കുന്ന തുകയ്ക്ക് ലഭിക്കുന്ന വരുമാനം, അതായത് ഗ്യാരൻറ്റീഡായിട്ട് ലൈഫ് ലോങ് LIC ഉറപ്പ് നൽകുന്ന വരുമാനം, അതിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കുന്നതിന് എന്തെങ്കിലും അവസരങ്ങൾ കൂടി LICയിൽ ഉണ്ടോ എന്നാണ് ചോദിച്ചത്. തീർച്ചയായിട്ടും ഉണ്ട്. നമുക്കിപ്പോൾ ഒരു വരുമാനം എവിടെ നിന്നെങ്കിലും കിട്ടിയാൽ അതിനെ മൂല്യവർദ്ധനവിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കുന്നതിന് വീണ്ടും നമുക്ക് പല അവസരങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഒന്നെന്ന് പറയുന്നത് നമുക്ക് മ്യൂച്വൽ ഫണ്ട്, SIP നല്ല ഒരു അവസരമാണ്. അതുപോലെ തന്നെ ഗോൾഡിൽ നിക്ഷേപിക്കാം, അതുപോലെ നമുക്ക് ചിട്ടി, പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കാം. അങ്ങനെ പല രീതിയിൽ ഈ കിട്ടുന്ന വരുമാനത്തിന് നമുക്ക് നിക്ഷേപിക്കാം. പക്ഷേ ഞാനിവിടെ പറയുന്നത് LICയിൽ നിക്ഷേപിക്കുന്നതിനെക്കുറിച്ചുള്ള ഓപ്ഷനുകളെക്കുറിച്ചാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു 10 ലക്ഷം രൂപ ഇന്ന് 18 വയസ്സായ ഒരു വ്യക്തിയുടെ പേരിൽ, അതൊരു പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, ഇന്ന് 18 വയസ്സായ ഒരു വ്യക്തിയുടെ പേരിൽ 10 ലക്ഷം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ 5135 രൂപ വെച്ച് എല്ലാ മാസവും ജീവിതകാലം മുഴുവൻ ലഭിക്കുന്നതാണ്. ഈ 5135 രൂപ വെച്ചിട്ട് ചെയ്യേണ്ട വലിയ കാര്യങ്ങൾ വരുന്നില്ല. ആദ്യത്തെ 5 വർഷം, മിനിമം ആദ്യത്തെ 5 വർഷമോ 6 വർഷമോ കുടുംബം തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിലവുകളൊക്കെ നോക്കുന്നത്. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു തൊഴിൽ കിട്ടുന്നുണ്ടാവും. അപ്പോൾ തൊഴിലിൽ നിന്നൊരു വരുമാനം ഉണ്ടാവും. അപ്പോഴും ഈ 5135 എന്ന് പറയുന്ന സ്ഥിര വരുമാനം, ജീവിതകാലം മുഴുവൻ കിട്ടുന്ന സ്ഥിര വരുമാനം, പ്രതിമാസം കിട്ടുന്ന വരുമാനത്തിന് വലിയ സാങ്കത്യം അവിടെ വരുന്നില്ല. അപ്പോൾ അതിനെ നിക്ഷേപിക്കാവുന്നതാണ്. അങ്ങനെ നിക്ഷേപിക്കുന്നത് 25 വർഷം LICയുടെ തന്നെ ഒരു യൂണിറ്റ് ലിങ്ക്ഡ് പദ്ധതിയിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉദ്ദേശം 1,50,00,000 രൂപ വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഇന്നിപ്പോൾ നമ്മൾ നിക്ഷേപിച്ചു തുടങ്ങിയാൽ വളരെ നല്ലതാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എല്ലാ ഷെയറുകളുടെയും മൂല്യം കുറഞ്ഞിരിക്കുകയാണ്. മൂല്യം കുറഞ്ഞിരിക്കുമ്പോൾ സ്റ്റോക്കിൽ നമ്മൾ നിക്ഷേപിക്കുക എന്ന് പറയുന്നതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇപ്പോൾ വാങ്ങുന്നത് നല്ലതാണ്. കൂടുതൽ ഷെയറുകൾ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലോട്ട് വന്നുകൊണ്ടിരിക്കും. എന്നാണോ ഷെയറിൻ്റെയൊക്കെ ഓഹരി വിപണി ഉണരുന്നത്, അതായത് ഷെയറിൻ്റെ എല്ലാം മൂല്യം കൂടുന്നത്, അപ്പോൾ അദ്ദേഹത്തിന് ഈ വാങ്ങിയ അധികം കൂട്ടിയ, വില കുറഞ്ഞിരുന്നപ്പോൾ വാങ്ങിയ എല്ലാ ഓഹരികളുടെയും മൂല്യം അതനുസരിച്ച് വർദ്ധിക്കുകയും നല്ലൊരു വളർച്ചയ്ക്ക് സാധ്യതയുമുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് 42-ാമത്തെ വയസ്സാകുമ്പോൾ മിനിമം 1.5 കോടി രൂപയുടെ ഒരു നിക്ഷേപ സമാഹരണം നടത്താനുള്ള വലിയൊരു തുക കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഈ തുകയ്ക്ക് 5 പൈസ ഇൻകം ടാക്സ് വരുന്നില്ല. കാരണം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത് LICയുടെ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനിൽ പ്രതിവർഷം 2.5 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ പോലും വരുന്നില്ല. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് വരുന്നില്ല, ബാധകമല്ല. അപ്പോൾ അത് മറക്കരുത്. ഈ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസ്, യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ് LICയുടെ പദ്ധതികളിൽ പ്രതിവർഷം 2.5 ലക്ഷം രൂപ വരെ പ്രീമിയം അടച്ചാൽ 5 പൈസ ടാക്സ് കൊടുക്കാതെ തന്നെ നമുക്ക് വട്ടമെത്തുമ്പോൾ, മെച്യൂരിറ്റി എത്തുമ്പോൾ കിട്ടുന്ന യൂണിറ്റ് ഫണ്ട് വാല്യൂ മുഴുവൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സധൈര്യം നമുക്ക് അത് വിനിയോഗിക്കാവുന്നതാണ്, ടാക്സ് കൊടുക്കാതെ തന്നെ. അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ബാധകമല്ല. 2.5 ലക്ഷത്തിന് മുകളിൽ പ്രീമിയം ഒരു സാമ്പത്തിക വർഷം അടയ്ക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ അധികം അടയ്ക്കുന്ന തുകയുടെ ക്യാപിറ്റൽ ഗെയിനിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ഒരു സംഗതി വരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 10 ലക്ഷം രൂപ നിക്ഷേപിച്ചത് ഒരു സ്ഥിരമായി 5135 രൂപ കായ്ഫലം തരുന്ന ഒരു കൽപ്പവൃക്ഷം പോലെ അത് നിലനിൽക്കുകയും അദ്ദേഹത്തിന് ആ കിട്ടുന്ന തുകയെ LICയുടെ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനിൽ നിക്ഷേപിച്ച് അദ്ദേഹം 1.5 കോടിയോളം രൂപ 42-ാമത്തെ വയസ്സിൽ, അത് വളരെ ലൈഫ് ഒരു മൈൽ സ്റ്റോൺ ഏജാണ് 42 വയസ്സെന്ന് പറയുന്നത്. 42-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ആ 1.5 കോടി രൂപ ബുദ്ധിപൂർവ്വം വീണ്ടും നിക്ഷേപ മാർഗ്ഗങ്ങളിൽ തന്നെ നിക്ഷേപിക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജീവിത ആവശ്യത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുകയോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. വീണ്ടും 5135 രൂപ വെച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് കിട്ടും. 43-ാമത്തെ വയസ്സ് വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതും അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇതുപോലെ മൂല്യവർദ്ധനവിന് വേണ്ടി മറ്റ് നിക്ഷേപ മേഖലകളിൽ നമുക്ക് നിക്ഷേപിക്കാനുള്ള അവസരമുണ്ട്. ഇതൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാവുന്ന മറ്റൊരു മാർഗ്ഗം, ആദ്യത്തെ 10 വർഷം മാത്രം പ്രതിമാസം കിട്ടുന്ന 5135 രൂപ ആദ്യത്തെ 10 വർഷം മാത്രം LICയുടെ തന്നെ ഒരു പദ്ധതിയിൽ പുനർനിക്ഷേപിക്കുന്നു. ആ 10 വർഷം കഴിയുമ്പോൾ വീണ്ടും 5135 വെച്ച് മാസം തോറും കിട്ടിക്കൊണ്ടിരിക്കും. അത് കിട്ടിക്കോട്ടെ, അതിന് അദ്ദേഹത്തിന് എന്ത് വേണോ ചെയ്യാം. അതിനെക്കുറിച്ച് ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. LICയുടെ ആദ്യത്തെ 10 വർഷം 5135 രൂപ കിട്ടുന്നതിൽ 5000 രൂപ ഒരു LICയുടെ പദ്ധതിയിൽ അദ്ദേഹം നിക്ഷേപിക്കുന്നു. എന്നിട്ട് അദ്ദേഹം വീണ്ടും തുടർന്ന് 5135 വെച്ച് അദ്ദേഹത്തിൻ്റെ ലൈഫ് ലോങ് കിട്ടുകയും ചെയ്യുന്നു. അതവിടെ ഇരുന്നോട്ടെ. 10 വർഷം നിക്ഷേപിച്ചത് അദ്ദേഹത്തിന് 34 വയസ്സാകുമ്പോൾ, അതായത് 16 വർഷം കഴിയുമ്പോൾ, 10 വർഷം അടച്ചു, 6 വർഷം അദ്ദേഹം അടയ്ക്കുന്നില്ല, തുടർന്നും അദ്ദേഹത്തിന് 5135 വെച്ച് കിട്ടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. എങ്കിലും 6 വർഷം കഴിയുമ്പോൾ LIC അടച്ച തുക തിരിച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹത്തിന് 10,75,000 രൂപ ലഭിക്കും. അതായത് ആദ്യം നിക്ഷേപിച്ച 10 ലക്ഷം, അത് ഒരു അപ്പൂപ്പനോ അമ്മുമ്മയോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ സമ്മാനമായി 18-ാമത്തെ വയസ്സിൽ കൊടുത്ത തുകയാണ്.
ആ തുക വെച്ച് കിട്ടിയ ആ ഒരു ഏണിങ്സ് 5135, അതിൽ ആദ്യത്തെ 10 വർഷത്തെ 5135 പ്രതിമാസം കിട്ടുന്നതിനെ LICയിൽ തന്നെ തിരിച്ച് നിക്ഷേപിക്കുകയും 16-ാമത്തെ വർഷം 10,75,000 രൂപയായിട്ട് അതങ്ങ് മേടിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ മുഴുവനും 5135 വെച്ച് അദ്ദേഹത്തിന് വർഷം തോറും കിട്ടുന്നു. അത് ജീവിതകാലം മുഴുവൻ തുടരുകയും ചെയ്യും. അപ്പോൾ 16-ാമത്തെ വർഷം, അതായത് ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാനിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ഞാൻ 25 വർഷത്തെ നിക്ഷേപമാണ് പറഞ്ഞത്. അതായത് ഒരു മൈൽ സ്റ്റോൺ ഏജായ 42 എത്തുമ്പോൾ കിട്ടുന്നത്. ഇതിവിടെ പറയുന്നത് കുറച്ചുകൂടെ ഏർലി ആയിട്ട്, അതായത് 16-ാമത്തെ വർഷം തന്നെ 10,75,000 രൂപ ആദ്യം നിക്ഷേപിച്ച കോർപ്പസ് എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടിക്കഴിഞ്ഞു, കൂടുതലായി കിട്ടിക്കഴിഞ്ഞു. വീണ്ടും 5135 വെച്ച് കിട്ടിക്കൊണ്ടുമിരിക്കുന്നു. ഇതിനെല്ലാം അദ്ദേഹത്തിന് നിക്ഷേപം നടത്തി വളർത്തി വലുതാക്കുന്നതിന്, അതിപ്പോൾ LICയുടെ പദ്ധതിയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട മറ്റ് മേഖലകളിലോ നിക്ഷേപിച്ച് അതിനെ വളർത്തിയെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോൾ ഒരൊറ്റ വൃക്ഷത്തെ 18-ാമത്തെ വയസ്സിൽ സമ്മാനിച്ചുകൊണ്ട് ഒരു കൽപ്പവൃക്ഷം സമ്മാനിക്കുന്നത് പോലെയാണ് ജീവിതകാലം മുഴുവൻ മൂല്യവർദ്ധനവിനാവശ്യമായ ഒരു തുക ഉറപ്പായി കിട്ടുന്നു. അതിന് മറ്റ് സോഴ്സുകൾ തേടേണ്ടതില്ല എന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ് ജീവിതത്തിൽ ലഭിക്കുന്നത്. അതാണ് LIC സ്മാർട്ട് പെൻഷൻ പ്ലാനിൻ്റെ മറ്റൊരു സ്മാർട്ടായ സവിശേഷത എന്ന് പറയുന്നത്. ഇത് 18 വയസ്സായ ഒരു വ്യക്തി സ്മാർട്ട് പെൻഷനിൽ 10 ലക്ഷം രൂപ സമ്മാനമായി മറ്റ് കുടുംബാംഗങ്ങൾ ആരെങ്കിലും നിക്ഷേപിച്ച് കൊടുത്താലുണ്ടാകുന്ന കാര്യമാണ് അവതരിപ്പിച്ചത്. ഇനി 65 വയസ്സായ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതിർന്ന പൗരൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഗുണഫലത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ഇൻകം ലൈഫ് ലോങ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് 10 ലക്ഷം രൂപ നിക്ഷേപിക്കുന്നു എന്ന് കരുതുക. ഇന്ന് നിക്ഷേപിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത മാസം മുതൽ 7,026 രൂപ വീതം അദ്ദേഹത്തിന് ലഭിക്കുന്നതാണ്. അതായത് പ്രതിവർഷം 8.78% നിരക്കിൽ റിട്ടേൺ ലഭിക്കുന്നു. ജീവിതകാലം മുഴുവൻ ഇത് ഗ്യാരണ്ടീഡാണ്. അദ്ദേഹത്തിന് 87,800 രൂപ പ്രതിവർഷം അല്ലെങ്കിൽ 7,026 രൂപ പ്രതിമാസം അദ്ദേഹത്തിന് അടുത്ത മാസം മുതൽ ലഭിച്ചു തുടങ്ങുന്നു. ഇന്ന് നിക്ഷേപിക്കുകയാണെങ്കിൽ 10 ലക്ഷത്തിന് 65 വയസ്സ്. ഈ കിട്ടുന്ന തുകയും അദ്ദേഹത്തിൻ്റെ ജീവിത ചെലവുകൾക്ക് വേണ്ടി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുനർനിക്ഷേപത്തിന് വേണ്ടി ഉപയോഗിക്കാം. ഗ്യാരണ്ടിയാണ് ജീവിതകാലം മുഴുവൻ. ഇനി അദ്ദേഹത്തിൻ്റെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇത് കൊടുക്കുകയും ഈ പെൻഷൻ കൊടുത്തതിന് ശേഷം മിച്ചമുള്ള തുക മരണാനന്തരം അവകാശിക്ക് കിട്ടുന്നതുമാണ്. അതുപോലെ 75 വയസ്സായ ഒരു വ്യക്തിയാണ് ഇതേ പദ്ധതിയിൽ ചേരുന്നതെങ്കിൽ അടുത്ത മാസം മുതൽ അദ്ദേഹത്തിന് കിട്ടുന്ന തുക എന്ന് പറയുന്നത് 8,540 രൂപയാണ്. അടുത്ത മാസം മുതൽ 10 ലക്ഷം രൂപ ഇന്ന് നിക്ഷേപിക്കുന്നു. അടുത്ത മാസം മുതൽ 8,540 രൂപ ആജീവനാന്തം ഗ്യാരണ്ടീഡായിട്ട് LIC സ്മാർട്ട് പെൻഷനിൽ നിന്ന് ആ 75 വയസ്സായ വ്യക്തിക്ക് കിട്ടിത്തുടങ്ങുന്നു. പെൻഷൻ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിക്കുകയാണെങ്കിൽ ആ വ്യക്തിയുടെ പെൻഷൻ കൊടുത്തതിന് പോയിട്ട് ബാക്കിയുള്ള നിക്ഷേപത്തുക അവകാശിക്ക് ലഭിക്കുന്നതുമാണ്. മാത്രമല്ല മുതിർന്ന പൗരന്മാരായ ദമ്പതികൾക്ക്, അതായത് ഭാര്യയ്ക്കും ഭർത്താവിനും ജോയിൻറ്റ് ലൈഫായിട്ടും, അതായത് ഒരാളുടെ കാലശേഷം മറ്റേയാൾക്ക് പെൻഷൻ കിട്ടുന്ന രീതിയിലും ആജീവനാന്ത പെൻഷൻ കിട്ടുന്ന രീതിയിലും ഈ സ്മാർട്ട് പെൻഷൻ പദ്ധതി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ സ്മാർട്ടായ ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന ഒരു വരുമാന മാർഗമായി നമ്മുടെ സ്മാർട്ട് പെൻഷൻ പദ്ധതി ഒറ്റ തവണ പ്രീമിയം അടച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒറ്റത്തവണ പ്രീമിയം അടയ്ക്കുന്നു, അതിനുശേഷം നമുക്കിഷ്ടമുള്ള രീതിയിൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ നമ്മൾ മൂല്യവർദ്ധനവിന് വിധേയമാക്കുന്നു, അല്ലെങ്കിൽ നമ്മളത് ചെലവിന് ഉപയോഗിക്കുന്നു. ഇതാണ് LICയുടെ സ്മാർട്ട് പെൻഷൻ പദ്ധതിയുടെ വളരെ ചുരുക്കത്തിൽ പറയാവുന്ന വൈവിധ്യമാർന്ന പ്രയോജനങ്ങൾ എന്ന് പറയാം. നന്ദി.